വീണ്ടും നമ്മുടെ കുക്കിംഗ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. എൻ്റെ പേര് റുക്സാന അജ്മൽ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിട്ടുള്ളത് ഇതുവരെ ആരും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത കോളിഫ്ലവറും ചെമ്മീനും വെച്ചിട്ട് ഒരു കിടിലൻ മെഴുക്കുപുരട്ടിയുടെ റെസിപ്പിയുമായിട്ടാണ്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുക. റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാനിടുന്ന എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. ഈ റെസിപ്പി മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ഈ ഒരു മെഴുക്കുപുരട്ടി ഉണ്ടാക്കാൻ ഞാൻ 500 ഗ്രാം ചെമ്മീനാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതിന്റെ വേസ്റ്റ് എല്ലാം നീക്കം ചെയ്തതിന് ശേഷം ഇപ്പോൾ നമുക്ക് അവശേഷിക്കുന്നത് 300 ഗ്രാം മാത്രമാണ്. ഇത് നമ്മൾ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് കോളിഫ്ലവർ ആണ്. ഞാൻ ഈ കോളിഫ്ലവറിനെ മഞ്ഞപ്പൊടി ഉപ്പും ഇട്ടൊന്ന് തിളപ്പിച്ചൂറ്റി എടുത്തിട്ടുണ്ടായിരുന്നു. എപ്പോഴും കോളിഫ്ലവർ കുക്ക് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് മഞ്ഞപ്പൊടിയും ഉപ്പും ഇട്ട് ഒന്ന് തിളപ്പിച്ച് വെള്ളം ഊറ്റി കളയണം. ഇതിനകത്ത് നന്നായിട്ട് പുഴുക്കളൊക്കെ കാണും. ആ കീടങ്ങളൊക്കെ ഒന്ന് നശിച്ചു പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിനെ ഒന്ന് തിളപ്പിച്ചെടുക്കുന്നത്. ഒരുപാട് നേരം ഇട്ട് തിളപ്പിക്കരുത്. ഒന്ന് തിള വരുമ്പോഴേ ഫ്ലെയിം ഓഫ് ആക്കണം. ഇനി നമുക്ക് ഒരു കടായി അടുപ്പത്തേക്ക് വെക്കാം. അതിനകത്തേക്ക് ആദ്യം നമുക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ഈ ചെമ്മീനെ ഒരു 1/4 ഭാഗം വരെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് 1/2 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞാൽ അടുത്തതായിട്ട് 1/2 ടീസ്പൂൺ അളവിൽ ചതച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. ചതച്ചമുളക് കൈവശമില്ലാത്തവർ മാത്രം മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ ഇതിനെ ഒരു 10 മിനിറ്റത്തേക്കിന് 1/4 ഭാഗം വേകാനായിട്ട് ഒരു മൂടി കൊണ്ട് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ചെമ്മീൻ ഇപ്പോൾ 1/4 ഭാഗം മാത്രം വെന്ത് കിട്ടിയാൽ മതിയാകും. ഇപ്പം നമുക്ക് മൂടി ഒന്ന് ഓപ്പൺ ആക്കി നോക്കാം. വെള്ളമൊക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. ഇതേ വെള്ളം പറ്റിയിട്ടില്ല, കുറച്ച് വെള്ളം അവശേഷിക്കുന്നുണ്ട്. നമുക്കിതിനെ വീണ്ടും ഒന്ന് ഇളക്കിയതിന് ശേഷം അടച്ചു വെച്ച് ഈ വെള്ളം വറ്റുന്നിടം വരെ ഒന്നും കൂടി ഒരു 5 മിനിറ്റത്തേക്കിന് കുക്ക് ചെയ്തെടുക്കാം. വീണ്ടും മൂടി വെച്ച് അടച്ചു വെക്കുക. 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതിനെ ഒന്ന് ഓപ്പൺ ആക്കി നോക്കാം. ഇപ്പോൾ വെള്ളം എല്ലാം നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിനകത്തേക്ക് നമ്മൾ ചെറിയ ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്തിട്ടുള്ള കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം. വളരെ തിന്നായിട്ടല്ല ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത്, ഒരു അത്യാവശ്യം വലുപ്പത്തിൽ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നമ്മൾ ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് നമ്മൾ വീണ്ടും 1/2 ടീസ്പൂൺ ചതച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ അടുത്തതായിട്ട് ഇതിനെ ഒന്ന് ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ഇളക്കി യോജിപ്പിക്കണം. ഈ ഉപ്പും മുളക് പൊടിയെല്ലാം ഈ ഒരു കോളിഫ്ലവറിലും എല്ലാം പിടിക്കുന്ന രീതിയിൽ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. എന്നിട്ട് നമ്മൾ ഇതിനകത്തേക്ക് ഈ കോളിഫ്ലവർ വേകാനായിട്ട് ആവശ്യമുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. വെറും 1/4 ഗ്ലാസ് വെള്ളം മാത്രമാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഇതും കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതിനെ ഒരു മൂടി വെച്ച് അടച്ച് വെച്ച് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇനി ലോ ഫ്ലെയിമിലേക്ക് മാറ്റുക. ലോ ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് വേണം അടച്ചു വെച്ച് ഇതിനൊന്ന് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. ഏകദേശം ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ ലോ ഫ്ലെയിമിൽ കിടന്ന് ഇത് കുക്കായി കിട്ടിക്കോളും. ഇപ്പം 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മളിതിനെ ഓപ്പൺ ആക്കി നോക്കിയിട്ടുണ്ട്. നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. നമ്മൾ വീണ്ടും ഒന്ന് ഇതിനെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഫ്ലെയിം ഓഫാക്കി അടുപ്പിൽ നിന്നും വാങ്ങാവുന്നതാണ്. ഇനി വേറൊരു കാര്യം കൂടി ചെയ്യാനായിട്ടുണ്ട്. ഒരു പാൻ അടുപ്പത്തേക്ക് വെക്കുക. പാൻ ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ആദ്യം നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് വെളുത്തുള്ളിയാണ്. 4-5 വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അതിനെ നമ്മൾ ആദ്യം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ഒന്ന് മൂക്കാൻ തുടങ്ങുന്നതിന് മുന്നേ ആയിട്ട്, അതായത് കളറൊന്ന് ചേഞ്ച് ആകുമ്പോഴേക്കും ഇതിനകത്തേക്ക് ഒരു 25-30 ചുമന്നുള്ളി സ്ലൈസ് ആയിട്ട് കട്ട് ചെയ്തത് അതും കൂടെ ചേർത്ത് കൊടുക്കാം. വേണമെങ്കിൽ നിങ്ങൾക്ക് അത് ചതച്ച് ചേർത്ത് കൊടുത്താലും മതിയാകും. ഈ ചുമന്നുള്ളി എന്ന് പറഞ്ഞത് ചെറിയ ഉള്ളിയാണ് കേട്ടോ. ഞങ്ങളുടെ നാട്ടിലൊക്കെ ചുമന്നുള്ളി എന്നും പറയും. അപ്പം ഇതിനെ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് ഇളക്കുക. ഈ സമയത്ത് ഇതിലേക്ക് ഒരു പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഒരല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ ചുമന്നുള്ളിക്ക് പാകത്തിന് ആവശ്യമായിട്ടുള്ള ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇളക്കി വഴന്ന് കളറൊക്കെ ചേഞ്ച് ആകാൻ തുടങ്ങുമ്പോഴേക്കും നമുക്ക് ഇതിനകത്തേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ല കളറുള്ള കാശ്മീരി മുളക് പൊടി ഞാൻ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചെറിയൊരു തക്കാളി നീളത്തിൽ കട്ട് ചെയ്ത്, അത് തിന്നായിട്ട് കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വലിയ തക്കാളി ആണെങ്കിൽ പകുതി തക്കാളി മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാകും. എന്നിട്ട് വീണ്ടും ഒന്ന് ഇളക്കുക. തക്കാളി ചേർത്ത് കൊടുക്കുന്നത് ചെമ്മീൻ ചേർത്ത് കൊടുക്കുന്നത് കാരണമാണ് ഒരു പുളിക്ക് വേണ്ടിയിട്ട് തക്കാളി ചേർത്ത് കൊടുക്കുന്നത്. ഇളക്കിയതിന് ശേഷം അല്പം എണ്ണയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇത് വഴന്ന് കിട്ടാനായിട്ട് വേണ്ടിയിട്ട് മാത്രം വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് ഇളക്കിയതിന് ശേഷം
നമ്മുടെ ഈ തക്കാളി ഒന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട്, അതായത് ഒന്ന് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 3 മിനിറ്റ് നേരത്തേക്കിന് അടച്ചു വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പം 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിതിനെ ഓപ്പൺ ആക്കി നോക്കിയിട്ട് നല്ല ആവിയൊക്കെ വന്നിട്ടുണ്ട്. ഇത്ര മാത്രം മതിയാകും. ഇനി നമ്മളിതിനെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഫ്ലെയിം ഓഫാക്കി അടുപ്പിൽ നിന്ന് വാങ്ങാവുന്നതാണ്. ഇനി നമുക്ക് നേരത്തെ നമ്മൾ വേവിച്ച് വെച്ചിരുന്ന കോളിഫ്ലവറിൻ്റെയും ചെമ്മീൻ്റെയും കൂട്ടിലേക്ക് ഈ വഴത്തി വെച്ചിരിക്കുന്ന ഉള്ളിയുടെ കൂട്ടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി വഴറ്റി കൊടുത്ത ഈ ഉള്ളിയുടെ മസാലയൊക്കെ നന്നായിട്ട് ഈ കോളിഫ്ലവറിലും ചെമ്മീനിലും ഒക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിനെ 3 മിനിറ്റ് നേരത്തേക്കിന് ലോ ഫ്ലെയിമിൽ ഒന്ന് മൂടി വെച്ച് വേവിക്കുക. എല്ലാ മസാലയും ഒന്ന് പിടിക്കട്ടെ. ഇപ്പം അത്യാവശ്യം ആവിയൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇനി ഇതിനകത്തേക്ക് നമ്മൾ അവസാനമായിട്ട് 1 ടീസ്പൂൺ അളവിൽ ചതച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്ത് വീണ്ടും ഇതിനെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇത്രയേ ഉള്ളൂ. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കോളിഫ്ലവർ ചെമ്മീൻ മെഴുക്കുവരട്ടി റെഡി ആയിട്ടുണ്ട്. ഇനി ചെമ്മീൻ കിട്ടുമ്പോഴത്തേക്കിന് കോളിഫ്ലവർ വെച്ചിട്ട് ഇതേപോലെ ഒരു മെഴുക്കുവരട്ടി ഉണ്ടാക്കി നോക്കണേ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഈ ഒരു റെസിപ്പി ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിന്റെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ അറിയിക്കണേ. അതോടൊപ്പം ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും വെറൈറ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയുമായിട്ട് ഞാൻ നാളെ വരുന്നതായിരിക്കും. അതുവരേക്കും ഗുഡ് ബൈ.